ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഓപ്പറേഷൻസ് തലവൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം. ഇബ്രാഹിം അഖിൽ അടക്കം 12 പേർ ബെറൂത്തിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. ഇന്ന് രാവിലെ മുതൽ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ബെറൂത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടത്തിയത്. സൗമ്യ ആർ കൃഷ്ണ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സൗമ്യ, ഒരു പേജർ അറ്റാക്കിൽ തുടങ്ങിയതാണ് ഇപ്പോൾ നിത്യേന എന്നോണം അടിക്ക് തിരിച്ചടി എന്ന രീതിയിലേക്കാണ് ഈ സംഘർഷം വ്യാപിക്കുന്നത്. ഇതിപ്പോൾ ഹിസ്ബുള്ള തലവനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ അവകാശവാദം, അതിനൊരു സ്ഥിരീകരണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ സൗമ്യ? ഉമൈബാൻ, ഇത്തരത്തിലുള്ള ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ലെബനനിലെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ ലെബനനിലെ തന്നെ ചില ഉന്നത കേന്ദ്രങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഗസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ നീറുന്ന കാഴ്ചകൾ കണ്ട് ലോക ജനത ആകെ മരവിച്ച ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ, അതിന്റെ ഒരു തുടക്കം എന്നോണം ഉള്ള കാഴ്ചകൾ ഇപ്പോൾ ലെബനനിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമൊക്കെ കാണുന്നത്. ഇതിന്റെ ഏറ്റവും തുടക്കം ഉമൈബാൻ പറഞ്ഞതുപോലെ തന്നെ പേജർ വോക്കി ടോക്കി അറ്റാക്കുകളിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ്, അതായത് ഓപ്പറേഷൻസ് തലവനായ ഇബ്രാഹിം അഖിലിനെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുകയാണ്. ഈ തെക്കൻ ഈ ബീറൂത്തിൽ നടത്തിയ ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിൽ 12 പേരാണ് മരിച്ചത്. 60-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ഒരാളാണ് ഇബ്രാഹിം അഖിൽ. മറ്റ് ഉന്നത നേതാക്കൾ, ഈ യൂണിറ്റിലെ തന്നെ മറ്റ് ഹിസ്ബുള്ളയുടെ യൂണിറ്റിലെ മറ്റ് നേതാക്കളും ഈ മരിച്ചവരിലുണ്ട്, വധിക്കപ്പെട്ടവരിലുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. എന്തായാലും ഈ പറയുന്ന ഇബ്രാഹിം അഖിൽ എന്ന് പറയുന്നത് 1983-ൽ ബെയ്റൂത്തിലെ US എംബസിക്ക് നേരെ നടന്ന ബോംബാക്രമണത്തിൽ നേരിട്ട് പങ്കുള്ള ആള് എന്ന തരത്തിൽ അമേരിക്ക വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തരത്തിൽ ഒരു ഉന്നത നേതാവിനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിനൊരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വടക്കൻ ഇസ്രായേലിലേക്ക് ഈ റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരുന്നു. അതിനുള്ള ഒരു പ്രത്യാക്രമണം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. എന്തായാലും ഇതിൻ്റെയൊക്കെ തുടക്കം നേരത്തെ പറഞ്ഞ പേജർ വോക്കി ടോക്കി പൊട്ടിത്തെറികളാണ്. ആ പൊട്ടിത്തെറികളിൽ ഇപ്പോൾ ഏകദേശം മരണം 42-ലെത്തി നിൽക്കുന്നു. 3000-ലധികം പേർക്ക് പരിക്ക് പറ്റിയതായാണ് ഏറ്റവും ഒടുവിൽ ലെബനൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്ക്. ആ തരത്തിലേക്ക് ഒരു വലിയ യുദ്ധത്തിനുള്ള തുടക്കത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. UN അടക്കം ഈ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഈ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.